നമസ്കാരം. അമേരിക്ക ഇറാനെ തൊടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അമേരിക്കൻ ഉപരോധം തുടരുകയാണ് എങ്കിലും ചെങ്കടലിലും പേർഷ്യൻ ഗൾഫിലും കപ്പലുകളുടെ കയറ്റുമതി തടയുമെന്ന ഇറാന്റെ കടുത്ത മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ നാവിക ഉപരോധം കടുക്കുന്നതിനിടയിലാണ് ഇറാന്റെ ഈ താക്കീതും തക്കതായ നിർദ്ദേശവും എത്തിയത്. ഇറാന്റെ ആണവ പദ്ധതികളെയും ഹോർമൂസ് വഴിയുള്ള ഗതാഗതത്തെയും നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്ക 13 പടക്കപ്പലുകളെയും പോർ വിമാനങ്ങളെയും മേഖലയിൽ വിന്യസിച്ചതായിരുന്നു റിപ്പോർട്ട്. ഇതിനിടയിലും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ ചൈനീസ് കപ്പൽ ഹോർമൂസ് കടന്നത് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. സംഘർഷ സാധ്യതകൾ നിലനിൽക്കുമ്പോഴും സമാധാന ചർച്ചകൾക്കും മധ്യസ്ഥ ശ്രമങ്ങൾക്കും മേഖലയിൽ വേഗത കൂടിയിട്ടുണ്ട്. വെടിനിർത്തൽ സാധ്യതകൾ ആരായുന്നതിനായി പാകിസ്ഥാൻ പ്രതിനിധി സംഘം ഇറാനിലെത്തും. ഏതായാലും തുർക്കിയും സമാധാന ശ്രമങ്ങളിൽ പങ്കുചേരുന്നുണ്ട്. ഇറാനും മേലുള്ള ഉപരോധം സമാധാന ചർച്ചകളെയും വെടിനിർത്തൽ നീക്കങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്നാണ് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ ഇരുവിഭാഗവും ജാഗ്രത പാലിക്കുന്നതിനാൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഇല്ലെന്നാണ് റിപ്പോർട്ട്. അതായത് നിലവിൽ വേറെയുള്ള ഏറ്റുമുട്ടലുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാൻ വിട്ടുവീഴ്ച നിർദ്ദേശങ്ങൾ സജീവമാണ്. ആണവ പദ്ധതിയിൽ 10 വർഷത്തെ മൊറട്ടോറിയം ഏർപ്പെടുത്തണമെന്ന ഇറാന്റെ നിർദ്ദേശത്തിന് പിന്നാലെ ഇറാന്റെ യുറേനിയം ശേഖരം തങ്ങൾ സൂക്ഷിക്കാമെന്ന ഓഫർ റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ചൈനയിലെത്തി ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു. യുറേനിയം കൈമാറ്റത്തിലും ആണവ പദ്ധതിയുടെ കാലാവധിയിലും ഇരു രാജ്യങ്ങളും കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ മേഖലയിൽ സമാധാനത്തിന് നിർണായകമാവും. അതായത് ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ആദ്യ 48 മണിക്കൂറിനുള്ളിൽ ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്നും പുറത്തു പോകാൻ ശ്രമിച്ച 10 കപ്പലുകളെ തിരിച്ചയച്ചതായാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. ഒരു വശത്ത് ഇത് തമ്മിലുള്ള ഉപരോധവും വാഗ്വാദങ്ങളും ചർച്ചകളും നടക്കുമ്പോൾ മറുവശത്ത് മറ്റൊരു രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ നടക്കുകയാണ്. എന്തായാലും തിങ്കളാഴ്ച ഉപരോധം ആരംഭിച്ചതിന് പിന്നാലെ ഒരു കപ്പൽ പോലും തങ്ങളുടെ നിരീക്ഷണം മറികടന്ന് പോയിട്ടില്ല എന്നാണ് അമേരിക്കൻ സേന അവകാശപ്പെടുന്നത്. ബന്ദർ അബ്ബാസിൽ നിന്നും പുറപ്പെട്ട് ഹോർമൂസ് കടലിടുക്ക് വഴി ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച ഇറാനിയൻ ചരക്ക് കപ്പലിനെ USS പ്രൂൺ എന്ന മിസൈൽ ഡിസ്ട്രോയർ ഉപയോഗിച്ച് തടയുകയും വിജയകരമായി വഴിതിരിച്ചു വിടുകയും ചെയ്തതായാണ് സൈന്യം വ്യക്തമാക്കുന്നത്. അതേസമയം അമേരിക്കൻ സേനയുടെ അവകാശവാദങ്ങൾക്ക് വിരുദ്ധമായി ചില കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നതായി കപ്പൽ ട്രാക്കിംഗ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ അമേരിക്കയുടെ ഈ ഉപരോധത്തെ വകവയ്ക്കാതെ തങ്ങളുടെ തുറമുഖങ്ങൾക്ക് മേലുള്ള ഉപരോധം പിൻവലിക്കാൻ തയ്യാറായില്ല എങ്കിൽ ഗൾഫ് മേഖലയിലെ മുഴുവൻ വ്യാപാരം തടയുമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. തങ്ങളുടെ മേഖലയിൽ തങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്താൻ എത്തിയ അമേരിക്കയുടെ നിലപാടിനെയാണ് ഇറാൻ ശക്തമായി വിമർശിക്കുന്നത്. സംയുക്ത സൈനിക കമാൻഡ് ഭീഷണിയോടെ മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം വീണ്ടും നിലനിൽക്കുകയാണ്. എന്തായാലും ഹോർമൂസ് കടലിടുക്ക് വിഷയത്തിൽ ഇറാനും മുന്നിൽ ട്രംപ് അടിയറവ് പറഞ്ഞില്ലെങ്കിൽ പ്രത്യാഘാതം അതിഭീകരമായിരിക്കും എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞത്.